ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നന്ദ കയറി വന്നപ്പോഴേക്കും നന്ദയെ കൊണ്ട് ഒരു ഉപകാരമില്ല എന്നുള്ള രീതിയിൽ പിങ്കി സംസാരിക്കുകയാണ്. അതായത് പിങ്കി പുച്ഛിക്കുന്നതാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദ ആ ഒരു MBBS പഠനത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്കും ഡോക്ടറായി എന്നുള്ള ഒരു അഹങ്കാരമാണെന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ നന്ദയെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നന്ദ കോളേജ് കഴിഞ്ഞു വരുന്നത്. നന്ദ കഴിഞ്ഞിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയോട് ഇങ്ങനെ നമ്മുടെ മോഹിനിയുടെ കാലിന് സുഖമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. അപ്പം ഇങ്ങ് കാണിച്ച ചെറിയമ്മേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു മോഹിനി. ഒന്ന് കാണിക്കുക ചെറിയമ്മയെന്നും പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ നന്ദ മേടിച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞക്കിയൊക്കെ നോക്കുക. അപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വേദന എടുക്കുന്നുണ്ടേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് നന്ദ കാല് റെഡിയാക്കി കൊടുക്കുമോ എന്നറിയാനായിട്ട്. പിങ്കിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷ. അങ്ങനത്തെ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ നന്ദ മോഹിനിയുടെ കാലങ്ങ് റെഡിയാക്കി. മോഹിനിയുടെ കാല് റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിയുടെ വേദന അങ്ങ് പോയി. പെട്ടെന്ന് ഏട്ടത്തി എൻ്റെ കാലിൻ്റെ വേദന പോയി, ഏട്ടത്തി എൻ്റെ കാലിൻ്റെ വേദന പോയെന്നും പറഞ്ഞ് മോഹിനി ഇങ്ങനെ പറയുന്നു. ആ സമയത്ത് പിങ്കി ഇങ്ങനെ അന്താളിച്ച് നന്ദയെ നോക്കുന്നു. ദൈവമേ, ഇവൾക്ക് പണി അറിയായിരുന്നോ എന്നുള്ളൊരിതിൽ. ഇവളിപ്പോൾ ചെന്ന് കാലെടുത്ത് വെച്ചതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവൾക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിയുന്നത് എന്നൊക്കെ നിന്നിങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട് പിങ്കി? നന്ദമോള് MBBSലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്കും ഒരു ഡോക്ടറായെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? എന്തായാലും ഒരാളെ പഴിക്കാനും അല്ലെങ്കിൽ പുച്ഛിക്കാനൊക്കെ എളുപ്പമാണ്. അയാളുടെ കഴിവുകളെ പറ്റി അറിഞ്ഞിട്ട് വേണം അയാളെക്കുറിച്ച് ചിന്തിക്കാനും അയാളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അന്നേരം പിങ്കിക്കിട്ടൊരു കുത്തും കൂടെ അങ്ങ് കൊടുത്തു. അയ്യോ, ഞാൻ ഡോക്ടറായിട്ടൊന്നുമല്ല, ഇത് ഇന്ന പ്രശ്നമായിരുന്നു എന്നും മോഹിനിയോ ചെറിയമ്മയുടെ കാലിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ഒന്ന് നടന്നപ്പോൾ മറ്റു ഉളുക്കിയതോ എങ്ങാണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാരണങ്ങളും വ്യക്തമാക്കി കൊടുത്തു നമ്മുടെ നന്ദ. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതിയും അതുപോലെ തന്നെ മോഹിനിയും ടീം. അപ്പോഴേക്കും പവിത്ര മനസ്സുകൊണ്ട് വിചാരിക്കുക, നന്ദേച്ചി ഇനിയിപ്പോൾ അകറ്റി നിർത്തണ്ട. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലേ നന്ദേച്ചി ഉണ്ടാവത്തുള്ളൂ എന്തെങ്കിലും ഒരു സഹായത്തിന്. അപ്പോൾ അതുകൊണ്ട് ഇനി നന്ദേച്ചിയെ സോപ്പിട്ട് നിൽക്കാം എന്നിങ്ങനെ മനസ്സിൽ ആ ശക്തി വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ട് കലിപ്പ് കയറിയിട്ട് അവിടെ നിന്ന് പിങ്കി അങ്ങോട്ടേക്ക് പോയി. പിങ്കിക്ക് ദേഷ്യം വന്നു. പിങ്കിക്ക് ദേഷ്യം വരുമല്ലോ. പിങ്കി ദേഷ്യപ്പെട്ട് അങ്ങ് പോയി. പിങ്കി ദേഷ്യപ്പെട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മോഹിനിയും അരുന്ധതിയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയണു. അപ്പം നന്ദേ റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുകയാണ്, ഇനിയിപ്പോൾ പഴയതുപോലെയൊന്നും നന്ദയുടെ കാര്യത്തിൽ വഴക്കിനോ വക്കാണത്തിനോ ഒന്നും പോകണ്ട. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ ഇനിയിപ്പോൾ ഒരുപക്ഷെ നന്ദ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ അകറ്റി നിർത്തിയാൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അവൾ നമ്മളെ സഹായിച്ചില്ലെങ്കിലോ ഒന്നുമില്ലെങ്കിലും ഒരു ഡോക്ടറാകുന്ന ആളല്ലേ. മാത്രമല്ല പിങ്കിയെ കൊണ്ട് അങ്ങനത്തെ ആ ഒരു ഇതൊന്നും നമുക്ക് കിട്ടത്തൊന്നുമില്ല. പിങ്കിയെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലല്ലോ. ഗുണമുള്ളവരെ കൂടെ നിർത്തിയിട്ടല്ലേ കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആ കാര്യങ്ങളിങ്ങനെ തീരുമാനിക്കുന്നു. അതുകൊണ്ട് പഴയതുപോലുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇനിയിപ്പോൾ നമ്മുടെ നന്ദ നേരിടേണ്ടി വരില്ലായിരിക്കും ഇന്ത്യവരത്തിൽ നിന്ന്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിങ്കി ഇങ്ങനെ ആലോചിച്ച് നടക്കുവാണേ. ആ സമയത്ത് നമ്മുടെ നന്ദ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്കും പവിത്ര അങ്ങോട്ടേക്ക് വന്നു. പവിത്ര വന്നിട്ട് പറഞ്ഞു, പിങ്കി ചേച്ചി കണ്ടില്ലേ? നന്ദേച്ചി ചെയ്തത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. എന്താ അവൾ കാല് പിടിച്ചൊരു തിരിച്ചതാണോ എന്നൊക്കെ ചോദിച്ച് പിങ്കി ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പം, അതിന് പിങ്കി ചേച്ചി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അതല്ല, നന്ദേച്ചിയോടെ ഒത്തിരി വഴക്കിനൊന്നും പോകണ്ട. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലേ നന്ദേച്ചിയെ നമുക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി മയപ്പെട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് വേണമെങ്കിൽ അവളുടെ പുറകെ പോയിക്കോ, എന്നെ കൂടുതൽ ഉപദേശിക്കാനൊന്നും വരണ്ട, പോടി എൻ്റെ മുന്നിൽ നിന്നും പറഞ്ഞുകൊണ്ട് പവിത്ര അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയൊക്കെ പിങ്കി ചേച്ചിയുടെ ഇഷ്ടമൊന്നും പറഞ്ഞ് അങ്ങ് പോവാം. അപ്പുറം മാറി നിന്നിട്ട് നന്ദേച്ചിയുടെ കഴിവിലുള്ള അസൂയ അവർക്കൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഈ പവിത്ര അങ്ങ് പോയിട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ നന്ദ റൂമിലെത്തി അപ്പോൾ തൊട്ടരികിൽ ഗൗതം ഇരിപ്പുണ്ട്. ഗൗതമായിട്ടിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു, സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഗൗതം അവിടെ ഇരുന്ന് എന്തോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പുറ സൈഡിൽ നിന്ന് നന്ദ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നന്ദയ്ക്കൊന്നും കോൺസെൻട്രേറ്റ് കിട്ടുന്നില്ല. കാരണം വേറൊന്നുമല്ല, പ്രിയയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട്. അങ്ങനെ പ്രിയയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നേരെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പ്രണയത്തെക്കുറിച്ചുള്ള വിഷയം എടുത്തിട്ടതിൽ ഗൗതത്തിനെയും അതുപോലെ പിങ്കിയെയും ചേർത്തൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ സംസാരിക്കുക. അപ്പം നന്ദയ്ക്ക് എങ്ങനെയെങ്കിലും ഈ വിഷയത്തിലേക്ക് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത്, നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. ഞാൻ ഈ പ്രിയേച്ചിയുടെ കാര്യത്തെപ്പറ്റി ആലോചിക്കുകയായിരുന്നു ഗൗതം സാർ. കാരണം
പ്രിയേച്ചിയുടെ ജീവിതം ഇങ്ങനെ പോയാൽ മതിയോ? ഒരിക്കലും പോരാ. നഷ്ടപ്പെട്ടു പോയ ജീവിതം അത് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? നീ എന്താ ഇപ്പം പ്രണയം തിരിച്ചു പിടിക്കുന്ന കൊട്ടേഷനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു ഗൗതം. അങ്ങനെയല്ല ഗൗതം സാർ, അവരുടെ പ്രണയത്തെപ്പറ്റി നിനക്ക് പ്രണയത്തെപ്പറ്റി എന്തറിയാം? ഇവിടെ പ്രണയിച്ചിട്ടുണ്ട്, ഞാനും പിങ്കിയും പ്രണയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയേച്ചിയും അയാളും ചിലപ്പോൾ പ്രണയിച്ചിട്ടുണ്ടാകും. പ്രണയത്തെക്കുറിച്ച് അറിയാത്ത, പ്രണയിച്ചിട്ടില്ലാത്ത, പ്രണയത്തിൻ്റെ ABCD അറിയാത്ത നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? പ്രിയേച്ചി പ്രണയിക്കുകയോ അയാൾ പ്രണയിക്കുകയോ പ്രണയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അതൊക്കെ നിന്നെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാണോ? അല്ലെങ്കിൽ നിന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണോ? അതൊക്കെ നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് നീ പ്രിയേച്ചിയോട് നേരിട്ട് പോയി ചോദിക്കണം. അല്ലാതെ ഇതൊന്നും പറഞ്ഞ് എന്നെയും അതുപോലെ തന്നെ പിങ്കിയെയും അതിനകത്തേക്ക് വലിച്ചഴക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ നീ ചെയ്യുന്നത് ഒരു ശരിയായ പ്രവൃത്തിയല്ലെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ നന്ദയോട് ഗൗതം ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദ എല്ലാം കൂടെ അവിടെ ഇട്ടിട്ട് എഴുന്നേറ്റ് പോയി. എന്നിട്ട് പോയി വായന അങ്ങ് തുടങ്ങി. വായിക്കാൻ തുടങ്ങിയിട്ട് നന്ദയ്ക്ക് വായിക്കാൻ കഴിയുന്നില്ല. നന്ദ എന്നിട്ട് അതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് അവിടെ ഇട്ടിട്ട് വന്നു. ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി, എനിക്കെല്ലാം അറിയാം. ഗൗതം സാറിന് ഇപ്പോഴും പിങ്കിയോടാണ് ഇഷ്ടം അല്ലേ? എന്നെ ഇഷ്ടമല്ലല്ലേ? എനിക്ക് മനസ്സിലായി. ഇപ്പോഴും മനസ്സ് നിറച്ച് പിങ്കിയാണെന്ന് എനിക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞത് വഴക്കുണ്ടാക്കുമ്പോൾ ചുമ്മാ കുറുമ്പ് കാണിക്കുക. നിനക്ക് എന്താ പറ്റിയത് നന്ദാന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗൗതം. നീ ഒരു നേരം സ്വസ്ഥത തരില്ലേ എന്നൊക്കെ ചോദിച്ച് ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെടുക. ഓ, അപ്പം ഞാനായി സ്വസ്ഥതക്കേട്. ശരി, ആയിക്കോട്ടെ, ഇനി ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ അതും ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. ആ പോക്ക് പോകുന്ന നേരെ പ്രിയയുടെ മുറിയിലേക്കാട്ടോ. അവിടെ ചെന്നപ്പോൾ നമ്മുടെ പ്രിയ അവിടെ നിൽപ്പുണ്ട്. പ്രിയ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നന്ദ ഇങ്ങനെ മടിച്ച് അകത്തേക്ക് കയറി ചെന്നു. പ്രിയേച്ചിന്നും വിളിച്ച്. ആഹാ, ഇതെന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? എന്തു പറ്റി? ഈ രാത്രിയിൽ എന്താ ഗൗതമായിട്ട് വല്ല വഴക്കുണ്ടാക്കിയോ? അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ, വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ വഴക്ക്, ഒരു സൗന്ദര്യപ്പെടണം, അതിപ്പോൾ തന്നെ മാറും. പിന്നെന്താ ഈ വഴിയൊക്കെ വരാൻ? അല്ല, ഞാൻ വെറുതെ വന്നതേ ഉള്ളൂ. വെറുതെ അല്ലല്ലോ, ഈ വരവിന് എന്തോ ഉദ്ദേശമുണ്ടല്ലോ. എന്താ എന്നോട് പറയാൻ പറ്റാത്തത് വല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെയൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഞാൻ ഈ ഇവിടം വരെ വന്നതല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ചോദിക്കാൻ പറഞ്ഞപ്പോൾ അത് പിന്നെ പ്രിയേച്ചി ഇപ്പോഴും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമോ. അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ പ്രിയ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട്, നന്ദേ, ഞാൻ ചോദിച്ചത് അവിവേകമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പ്രിയേച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രിയേച്ചി ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയേച്ചിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം നമുക്ക് തിരിച്ചു പിടിച്ചുകൂടെ എന്ന് ചോദിച്ചു. അതിന് ആരും തടസ്സം നിൽക്കില്ല പ്രിയേച്ചിക്ക് മനസ്സിൽ എന്തുണ്ടെങ്കിലും അതെന്നോട് തുറന്നു പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ മനസ്സ് തുറന്ന് പ്രിയയുടെ മുന്നിൽ സംസാരിക്കുന്നു. പ്രിയയുടെ മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രിയയ്ക്കാണെങ്കിൽ ആകെ വിഷമായി. പ്രിയ പറഞ്ഞു, എനിക്ക് ആ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല നന്ദാന്ന്. അങ്ങനെ താല്പര്യമില്ലെന്ന് മാത്രം പറയരുത് ചേച്ചിയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനു വേണ്ടിയുള്ള പോംവഴികൾ തേടിയെത്താൻ തേടിപ്പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നന്ദ പറയുക. അപ്പം നന്ദ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ ഇപ്പോൾ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പ്രിയ നന്ദയെ മാക്സിമം ഒഴിവാക്കി വിടുന്നു. അപ്പോൾ അതിന് വ്യക്തമായൊരു മറുപടി കൊടുത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സൗമ്യമായി സംസാരിച്ചതല്ലാതെ വഴക്കോ അല്ലെങ്കിൽ മറ്റതൊന്നും ആ ഒരു പ്രതികരണമൊന്നും പ്രിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അപ്പോൾ തന്നെ നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി ചെറിയൊരു ഇഷ്ടം എവിടെയോ ആ മനുഷ്യനോട് പ്രിയയ്ക്ക് ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള കാര്യം. ഈ സമയത്ത് നന്ദ റൂമിലേക്ക് പോയി. അവിടെ പ്രിയ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വസന്തിനെയാണ്. വസന്തി ഇങ്ങനെ അവിടെ ഇരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ബ്രാൻഡി കുടിച്ചുകൊണ്ടിരിക്കുക. തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ പ്രിയയുടെ ഫോട്ടോയും ഇരിപ്പുണ്ട്. ആ ഫോട്ടോയും നോക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം വെള്ളം അടിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഗ്ലാസ് മദ്യം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഈ ഫോട്ടോയിലേക്ക് നോക്കി കുറേ നേരം തുറച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, അതെല്ലാം ഓരോ നിമിഷം അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുക. എൻ്റെ ജീവിതവും എൻ്റെ കുഞ്ഞിനെയും എന്നിൽ നിന്ന് തട്ടിക്കളഞ്ഞിട്ട് നീ പോയവളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പ്രിയയുടെ ഫോട്ടോ നോക്കി പറഞ്ഞിട്ട് ആ കുടിച്ചുകൊണ്ടിരുന്ന മദ്യം പ്രിയയുടെ മുഖത്തേക്ക് അങ്ങോട്ടേക്ക് ഒഴിച്ചു. കാരണം അത്രത്തോളം വേദനയോടെയാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നും എന്തൊക്കെയോ വലിയ ദുരൂഹതകൾ ഈ പ്രിയയുടെയും വസന്തിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാകുന്ന രീതിയിലാണ് വസന്തിൻ്റെ പ്രവർത്തികളൊക്കെ. എന്നിട്ട് വസന്തി ഇങ്ങനെ അതൊക്കെ ചെയ്യുന്നു. അപ്പോൾ വസന്തിൻ്റെ തൊട്ടരികിലുള്ള ഒരാൾ വന്ന് വസന്തിനോട് ചോദിച്ചു, നീ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ, ഇന്നത്തെ ദിവസം എനിക്ക് ബോധം കെട്ട് ഉറങ്ങണം, എങ്കിൽ മാത്രമേ എനിക്ക് ഉറക്കം വരികയുള്ളെന്നും അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് വസന്ത് ഇങ്ങനെ ഇരുന്ന് പറയാം. കാരണം
വിവാഹ വാർഷികമാണല്ലോ, അതുകൊണ്ട് ഇവളെ എനിക്ക് മറന്നേ പറ്റുമെന്നൊക്കെ പറയുകയാണ്. അപ്പം ഇത്രയും കാലമായിട്ട് നീ ഇവളെ മറന്നില്ലല്ലോ, പിന്നെ ഇപ്പം നിനക്ക് മറക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഇവളെ എനിക്ക് മറക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ട്യൂണിലൊക്കെ ഇദ്ദേഹം സംസാരിക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ പ്രിയയോടുള്ള ആ ഒരു വിദ്വേഷവും പകയും ഒക്കെ മനസ്സിൽ ആളി കത്തിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് ആ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഗൗതം ചോദിച്ചു, എന്താ അറിയാനുള്ള കാര്യമൊക്കെ പ്രിയച്ചിയിൽ നിന്ന് അറിഞ്ഞോ? പ്രിയച്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? അപ്പോഴേക്കും നന്ദ ഇങ്ങനെ ചമ്മലോടുകൂടി നിൽക്കുക. എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ ചേച്ചിയുടെ നാവിൽ നിന്ന് നല്ലത് കേട്ടോ? അത് പിന്നെ പ്രിയച്ചി എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ, പ്രിയച്ചി ഒന്നും പറയില്ല. പ്രിയച്ചിക്കേ അതങ്ങനെ ആരോടും പറയുന്നതും ഇഷ്ടമല്ല. വേറെ ആരോടും അല്ലല്ലോ ഗൗതം സാർ, എന്നോടല്ലേ. നിന്നോട് ഒട്ടും പറയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അന്നേരം പറഞ്ഞു, അതെന്താ എന്നോട് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? നീ ആകെ മൊത്തത്തിലൊരു പ്രശ്നക്കാരിയാണല്ലോ, അതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വഴക്ക്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം തന്നെ മയപ്പെട്ടു വന്ന് ഗൗതം നന്ദയോട് പറഞ്ഞു, ഒരിക്കലും ചേച്ചി ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളാണെന്നും അതിനെ നമ്മളായിട്ട് ചെന്ന് കിള്ളി ചോദിച്ച് ചേച്ചിയുടെ മനസ്സ് വീണ്ടും വീണ്ടും വേദനിപ്പിക്കേണ്ട കാര്യമില്ല നന്ദ എന്നൊക്കെ പറഞ്ഞപ്പോൾ, അങ്ങനെ നമ്മൾ മിണ്ടാതിരുന്നാലേ പ്രിയേച്ചിയുടെ ജീവിതം ഇനിയും വഴിമുട്ടി നിൽക്കത്തേ ഉള്ളൂ. ജീവിതത്തിൽ ആരുമില്ലാതെ പ്രിയേച്ചിയുടെ ജീവിതം ഒന്നും അല്ലാതെ പോവത്തല്ലേ ഉള്ളൂ ഗൗതം സാർ. നമ്മളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രിയേച്ചിയുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടിയാലോ. എന്തായാലും പ്രിയേച്ചിയുടെ മനസ്സിൽ അദ്ദേഹത്തിനോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം ആ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഇനി പ്രിയേച്ചിയുടെ ഭർത്താവായിരുന്ന ആ വ്യക്തിയെയും കൂടെ കാണണം. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ നന്ദ ചോദിച്ചപ്പോൾ ഗൗതം അദ്ദേഹത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. പഠിപ്പിക്കാൻ വന്ന സാറാണെന്നൊന്നും അറിയില്ല, പക്ഷേ ആൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നെന്നും ഡോക്ടറായിരുന്നെന്നും അതുപോലെ ഭയങ്കര കഴിവുള്ളൊരു മനുഷ്യനായിരുന്നെന്നും നന്മയുള്ള മനുഷ്യനായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗൗതം ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും വല്യമ്മ എന്തെല്ലാം പറഞ്ഞാലും ചെയ്താലും നമുക്ക് അവരെ ഒന്നിപ്പിക്കണം. പ്രിയേച്ചിയുടെ ജീവിതത്തിലേക്ക് കഴിഞ്ഞു പോയ വസന്തം തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതത്തിനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ നന്ദ തുടങ്ങുന്നു. അപ്പോൾ നന്ദ ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ഗൗതം സാറ് നിൽക്കുമോ, ഇതൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും കൂടെ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിക്കുന്നു. എന്തായാലും പിങ്കി ഇപ്പം ഇന്ത്യവരത്തിലൊരു അധികപ്പറ്റായി മാറിയിരിക്കുകയാണ്. നന്ദ ഇപ്പം എല്ലാവരുടെയും കണ്ണിലുണ്ണി ആവുകയും ചെയ്യുന്നു. അങ്ങനെ പിങ്കി എല്ലാവരുടെയും കണ്ണിലെ കരടായിട്ട് ഇങ്ങനെ മാറി അധികപ്പറ്റായി മാറി ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവളായിട്ട് ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടുമ്പോൾ നമ്മുടെ നന്ദയുടെ ഈ വിജയത്തിൻ്റെയൊക്കെ പിന്നിൽ ഗൗതവും കൂടിയാണെന്ന് അറിയുമ്പോൾ പിങ്കിക്ക് സഹിക്കോ? പിങ്കിയുടെ മനസ്സിലെ ആ ഒരു വടയക്ഷി സടക്കുടഞ്ഞെഴുന്നേൽക്കും. അതിനുശേഷം എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു തമ്പുരാന് മാത്രം അറിയാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.